السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ, മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമ്മൾ മഗ്ഫിറത്തിനെ കുറിച്ച് പറയുന്ന ഈ ഒരു ക്ലാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ റഹ്മത്തിന്റെ പത്ത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു. മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു സമയത്ത് പാപമോചനത്തിന്റെ പത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഈ ഒരു റമളാനിന്റെ മധ്യഭാഗം രണ്ടാമത്തെ പത്തിൽ നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള എല്ലാ പാപക്കറകളും കഴുകിക്കളയാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസരം റബ്ബ് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. ഒരു പാപം നമ്മളിൽ നിന്നും സംഭവിച്ചു പോയാൽ ഉടനടി അത് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിനോട് പാപമോചനം തേടേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ തേടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ റബ്ബ് നമുക്ക് പരിശുദ്ധമായ റമളാനിൽ 10 ദിനങ്ങൾ അതിനു വേണ്ടി മാത്രം തന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മഗ്ഫിറത്തിനെ, നമ്മൾ പാപമോചനം തേടുന്നതിന് അത്രയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. തന്റെ അടിമകള് തന്നിലേക്ക് കണ്ണീരോടുകൂടി പാപമോചനത്തിനായിട്ട് ദുആ ചെയ്യുന്ന ഒരു സമയം റബ്ബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ്. നമ്മളൊരു യാത്രയില്, ഒരു കപ്പൽ യാത്രയിലാണ്, നടുക്കടലിലെത്തി. അവിടെ മറ്റാരും നമ്മെ സഹായിക്കാനില്ല. ആ ഒരു സമയത്ത് അതിശക്തമായ കാറ്റും കോളും വന്ന് നമ്മൾ സഞ്ചരിക്കുന്ന കപ്പൽ ആടി ഉലയുകയാണ്. അവിടെ നമുക്കൊരു ഒരു കൈത്താങ്ങ് കിട്ടുക എന്ന് പറയുന്നത് വിജനമാണ്. കപ്പൽ തകർന്നാൽ ആരും സഹായിക്കാനില്ല, നാല് ഭാഗവും കടല് മാത്രം. അങ്ങനെ ആടി ഉലയുന്ന ആ കപ്പലിലേക്ക് ഒരു ദിവ്യമായ പ്രകാശം ഇങ്ങനെ വന്നിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു പ്രകാശ വലയത്തില് കപ്പൽ ശാന്തമാണ്. അള്ളാന്റെ റഹ്മത്തിനെ ഈ ഒരു പ്രകാശത്തോട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ, പരിശുദ്ധമാക്കപ്പെട്ട റമദാന് ഒരുപാട് റമദാന്റെ ശ്രേഷ്ഠതകൾ അത്രയേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് മാർഗനിർദ്ദേശമായിട്ടും പ്രകാശമായിട്ടും എല്ലാമായിട്ട് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആന് അത് അവതരിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. അതുകൂടാതെ ഒരുപാട് ഒരു ചെറിയ അമലിന് പോലും 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. ഇങ്ങനെ റമദാന്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഈ റമദാനിലും ആദ്യത്തെ 10 ദിവസങ്ങൾ അള്ളാഹു റഹ്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹിന്റെ കാരുണ്യം നമ്മളിലേക്ക് ഇങ്ങനെ വർഷിക്കുകയാണ്. അതിനു വേണ്ടി മാറ്റിവെച്ചു. ഈ ഒരു കാരുണ്യം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹിന്റെ കാരുണ്യത്തെ ഒരുപാട് ചോദിച്ച് അത് കഴിഞ്ഞ് മഗ്ഫിറത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സമയമാണ്. ഇവിടെ നമുക്ക് റബ്ബിന്റെ കാരുണ്യമാണ് നമ്മുടെ പാപം പൊറുക്കുക എന്ന് പറയുന്നത് പോലും. അപ്പൊ ആ ഒരു പാപമോചനത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഈ ഒരു നടുക്കടലിലുള്ള അവിടെ നമുക്ക് കിട്ടിയ സഹായം പോലെ ആയിരിക്കും നാളെ മഹ്ശറയില് ഈ പാപമോചനത്തിന്റെ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം അവിടെ ആരും നമ്മെ സഹായിക്കാനുണ്ടാവില്ല. നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ സ്വത്തോ നമ്മുടെ മാതാപിതാക്കളോ ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത സമയത്ത് നമ്മൾ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തിയത് 11 മാസക്കാലവും നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് ഒരു മാസം റബ്ബ് നമുക്ക് സ്പെഷ്യൽ ഓഫർ തന്നതാണ്. ഈ ഒരു മാസം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ 1000 വർഷങ്ങൾക്ക് കൂടുതൽ ജീവിച്ച ആളുകളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തായിരിക്കും പ്രതിഫലവും. നിങ്ങളുടെ സ്ഥാനം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ തന്നെ റബ്ബ് വീണ്ടും തന്നിട്ടുണ്ട്. ആദ്യത്തെ 10 റഹ്മത്താണ്. അള്ളാഹിന്റെ കാരുണ്യത്തെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചോളേ. അള്ളാഹിന്റെ കാരുണ്യാണ് അള്ളാഹിന്റെ മഗ്ഫിറത്ത് എന്ന് പറയുന്നതും. അപ്പൊ ആ ഒരു കാരുണ്യത്തെ നമ്മൾ അറിഞ്ഞ് അനുഭവിച്ച് ഓരോ നിമിഷത്തിലും ഹംദ് പറഞ്ഞൊക്കെ നമ്മുടെ ഉള്ളങ്ങോട്ട് പ്യൂരിഫൈ ആയിരുന്ന ഒരു സമയം നമ്മൾ മഗ്ഫിറത്തിലേക്ക് കടന്നതാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഉള്ളിൽ ശരിക്കും മഗ്ഫിറത്ത് ഇങ്ങോട്ട് കടന്നു വരിക അല്ലെ. കാരണം നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു ഇങ്ങനെ അനുഗ്രഹത്തിൽ നമ്മൾ ലയിച്ചു നിൽക്കുന്ന സമയത്തുണ്ട് നമ്മുടെ ഉള്ളിന്നൊരു വിങ്ങല് വരാണ്. പടച്ചോനെ, ഇത്രയേറെ കാരുണ്യം ചെയ്ത, ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ നിന്നോട് ഞാൻ എത്രമാത്രം പാപം ചെയ്തു പോയിട്ടുള്ള ഒരു തേട്ടം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് റബ്ബ് മഗ്ഫിറത്തിന്റെ 10 നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. റമദാനിലെ ഓരോ 10കളെയും ക്രമീകരിച്ച രീതിക്ക് പോലും റബ്ബിന്റെ കാരുണ്യമുണ്ട്. ആദ്യം അള്ളാഹു നമ്മളോട് പറയാം നമ്മുടെ കാരുണ്യത്തെ ഇങ്ങനെ തിരിച്ചറിയാന്.
ആ അറിവിൽ നിന്നാണ് പിന്നീട് നമുക്ക് മഗ്ഫിറത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഒരു അവസരം നമ്മൾ അത്രയും ഉപയോഗപ്പെടുത്തണം. 1000 മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദറിന്റെ 10 വരാൻ പോകുന്നുണ്ട്. ഈ 2 മാസങ്ങളും ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമേ ലൈലത്തുൽ ഖദറിന് കിട്ടുകയുള്ളൂ. അള്ളാഹു നമ്മളേവരെയും അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് 3 തവണ ആമീൻ പറയുന്നത് സഹാബാക്കൾ കേൾക്കുന്നുണ്ട്. അപ്പം ഖുതുബക്ക് ശേഷം റസൂലിനോട് ചോദിച്ചു, എന്തിനായിരുന്നു റസൂലെ താങ്കൾ ആമീൻ പറഞ്ഞത്? അപ്പം അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പ്രാർത്ഥന നടത്തി. അതിലൊരു പ്രാർത്ഥന റമളാൻ ഒരാളിലേക്ക് എത്തിയിട്ടു പാപമോചനം തേടാത്ത ആളുകൾ വളരെ വലിയ നഷ്ടത്തിലാണെന്നാണ് അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു നഷ്ടത്തിന്റെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മുടെ റബ്ബിന്റെ കാരുണ്യത്തെ ഒന്ന് ആലോചിച്ച് നോക്കി. ആരും കാണാതെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും റബ്ബ് പരസ്യപ്പെടുത്തിയിട്ടില്ല, മറ്റൊരാളെ അറിയിച്ചിട്ടില്ല, നമ്മളെ അവഹേളിച്ചിട്ടില്ല. നാളെ മഹ്ശറയിലും ഇതേപോലെ ഒരു അവസരം ഈ ഭൂമിയിൽ നമ്മൾ സ്വകാര്യമായി ചെയ്ത ഒരു തെറ്റിനെയും റബ്ബ് പരസ്യപ്പെടുത്തിയിട്ടില്ല. അതുപോലെ നമ്മുടെ തെറ്റുകളെ, നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കിതാബിൽ നിന്ന് റബ്ബ് മായ്ച്ചു കളയാ ചെയ്യുന്നത്. നമ്മൾ മനുഷ്യന്മാരുമായിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് പുറത്തു തന്നാലും അവരത് മറക്കൂല. ആരാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മൾ ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് കൊടുത്ത് പുറത്തൊക്കെ കൊടുത്താലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു കോണില് ആ ഒരു സംഭവം ഓർത്തുകൊണ്ടിരിക്കും, നമ്മൾ മറക്കൂല. എന്നാൽ റബ്ബിന്റെ കാരുണ്യം അങ്ങനെയല്ല. നമ്മളൊരു തെറ്റ് ചെയ്ത് ആ തെറ്റിന് നമ്മൾ മനസ്സറിഞ്ഞ് കണ്ണീരൊഴുക്കി ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിയ ആ ഒരു തെറ്റിന് അള്ളാഹു ആ കിതാബിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാണ്. ഇവിടെ നമ്മൾ ആരും കാണാതെ സ്വകാര്യമായിട്ട് ചെയ്ത ഒരു തെറ്റിനെ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചത്, അതുപോലെ നാളെ നമ്മുടെ കിതാബ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാകും. ആ കിതാബിൽ അതിനെ കാണാൻ പോലും ഉണ്ടാവില്ല. അത്രയേറെ കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. നമ്മൾ കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമയത്ത് ദുആ ചെയ്യണം. റബ്ബേ, ഞാൻ ആരും കാണാതെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. നീ എല്ലാം കാണുന്നവനാണ് റബ്ബേ. നിന്നെ ഒളിപ്പിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. എന്നാല് ആ ഒരു തെറ്റിനെ നീ എന്ത് ചെയ്തിട്ടുണ്ട്? നീ എനിക്ക് മറയാക്കി തന്നിട്ടുണ്ട്. അതുപോലെ നീ എനിക്ക് ഇതിനെ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഈ തെറ്റിനെ നീ എനിക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ പരാജിതനായി പോകും റബ്ബേ. നീ എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്യാം. സോറി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു. അവനല്ലാതെ മറ്റൊരിലാഹില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് ഹൃദയത്തെ തൊട്ടിട്ട് നമ്മളിത് ഇങ്ങനെ വെറുതെ ചെല്ലിയാൽ പോരാ. ഒരുപാട് പ്രതിഫലമുള്ള, ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ പറയുന്ന ഒരു ദ്വാണിത്. ഈ ഒരു ദിക്റിന്, ഈ ഒരു ദ്വായെ നമ്മള് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ഹൃദയം അറിഞ്ഞുകൊണ്ട് ഈ ഒരു ദ്വാ ചെയ്യുക. വെറുതെ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരണം. അല്ലാ, നീയാണ് പാപമോചനം നൽകുന്നവൻ. നീ എനിക്ക് പുറത്തു തരണം. നീ എന്നും എല്ലാം കാണുന്നവനും അറിയുന്നവനും എന്നെന്നും ജീവിക്കുന്നവനും പ്രതാപശാലിയുമാണ് റബ്ബേ. അപ്പൊ നിനക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ നിന്റെ കാരുണ്യം കൊണ്ട് നീ എനിക്ക് പാപമോചനം നൽകണേ എന്നുള്ള ആ ഒരു തേട്ടം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവണം. ഇങ്ങനെ തേടുന്ന സമയത്ത്, ഓരോ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്ന കറുത്ത പാടുകൾ ഇങ്ങനെ മായ്ച്ചു കളയുന്നതാണ്. കണ്ണുനീരൊഴുക്കി, കണ്ണുനീരോട് കൂടെ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത്, പാപമോചനത്തിന്റെ കണ്ണുനീർ എന്ന് പറയുന്നത് നരകാഗ്നിയെ കെടുത്താൻ പോലും ശക്തിയുള്ളതാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവന്റെ ആ ഒരു കണ്ണുനീര് നരകത്തിലെ തീയെ കെടുത്താൻ ശക്തിയുണ്ട്. അപ്പം അത്രയേറെ അള്ളാഹു നമ്മളോട് ഈ ഒരു മഗ്ഫിറത്തിന്റെ 10 ഉപയോഗപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താതെ നമ്മൾ
എത്രയും എന്താ പറയാ, നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ ആലോചിക്കുകയാണെങ്കിൽ ആ ഉപയോഗപ്പെടുത്താത്ത നമ്മൾ വളരെയധികം നഷ്ടം സംഭവിച്ച ആളുകളായി പോകും. അപ്പം ഈ ഒരു മഗ്‌ഫിറത്തിന്റെ 10ന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മൾ ഓരോ തെറ്റുകളും നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിൽ റബ്ബിനോട് പാപമോചനം തന്നെ തേടുക. ഒരു ഹദീസ് നമ്മൾ ഈ റമദാനിലൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ടാവില്ലേ? ആരെങ്കിലും റമദാനില് വിശ്വാസത്തോടെയും പ്രതിഫലത്തോടെയും നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെ നോമ്പുകാരനായിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ അതിനും വേറെ പ്രതിഫലാണ്. അതുപോലെ അള്ളാഹു പശ്ചാത്താപം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പശ്ചാത്താപം ഇഷ്ടപ്പെടുന്നേരവും ഒരു 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ആ തെറ്റ് പശ്ചാത്താപം പിന്നെ അല്ലെങ്കിൽ നമ്മള് മഗ്‌ഫിറത്തിനെ ചോദിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ആ തെറ്റിന്റെ വ്യാപ്തിയെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മൾ ചെയ്തു പോയി ആ ഒരു തെറ്റിൽ നിന്നും നമ്മുടെ ഉള്ളിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകുന്ന നേരം ആ പശ്ചാത്താപത്തോടു കൂടി നമ്മൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രവേശിക്കണം. അതുപോലെ റബ്ബിനോട് നമ്മൾ റിക്വസ്റ്റ് നടത്തണം. റിക്വസ്റ്റ് നടത്തുക ശരിക്കും ഒരു എന്താ പറയാ, റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയേറെ നമ്മള് റബ്ബിന്റെ അടുത്തേക്ക് താഴ്മയോടെ റബ്ബിനോട് ചോദിക്കണം. അതിന്റെ കാരുണ്യത്തെ നൽകണേ, നിന്റെ കോപത്തെ ഞങ്ങൾ നേരെ വർഷിപ്പിക്കല്ലേ എന്നുള്ള ഒരു ഏറ്റവും സൗമ്യമായ രീതിയിൽ ഏറ്റവും കാരുണ്യത്തോടെ റബ്ബിനോട് നമ്മൾ റിക്വസ്റ്റ് ചോദിക്കണം. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ ചെയ്യുന്ന ചെയ്തു പോയ ഈ ഒരു തെറ്റ് ഇനി നമ്മുടെ ലൈഫിൽ ആവർത്തിക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ തൗബ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കും. ഇവിടെ നമ്മളൊരു കഥകൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലേ, ഇസ്തിഗ്ഫാറിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, പാപമോചനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്രമാണ് 99 ആളുകളെ കൊന്നൊരു വ്യക്തി ഒരു പണ്ഡിതന്റെ അരികിൽ വരുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ 99 ആളുകളെ കൊന്നിട്ടുണ്ട്, എനിക്ക് റബ്ബിന്റെ അടുത്ത് പാപമോചനം ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു എന്താ, നമുക്ക് ഉള്ളിലൊരു സങ്കടങ്ങൾ വരുമ്പോ, വിഷമം വരുമ്പോ, ഈ ഒരു പശ്ചാത്താപം വരുന്ന സമയത്താണ് പാപമോചനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങല്ലേ. അപ്പൊ പണ്ഡിതൻ പറഞ്ഞു, ഇത്ര വലിയ ധിക്കാരിയായ നിനക്ക് ഒരിക്കലും പാപമോചനം ലഭിക്കൂല. ദേഷ്യം വന്ന അയാള് ആ പണ്ഡിതനെയും അവിടെ വെച്ച് കൊലപ്പെടുത്തു. പിന്നീട് അയാൾക്ക് വീണ്ടും മനസ്സില് അതിയായ സങ്കടവും കുറ്റബോധമൊക്കെ തോന്നുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു ഗുരുവിനെ കാണാൻ പോകുന്നു. അവിടെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 99 ആളെ കൊന്നു. ഒരു ഗുരുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ, ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോ അയാൾ എനിക്ക് മഗ്‌ഫിറത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളെയും കൊന്നു. അങ്ങനെ ടോട്ടൽ ഞാൻ 100 ആളുകളെ കൊന്നിട്ടുണ്ട്. എനിക്കിവിടെ പാപമോചനം ഉണ്ടോ എന്റെ റബ്ബിന്റെ അടുത്ത് എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നിനക്കും അള്ളാഹ്ക്കും ഇടയിൽ ആരാണ് മറയിടാനാവുക? അപ്പൊ ആ മനുഷ്യന് ഒരു സമാധാനം വരുന്നുണ്ട്. എന്നിട്ട് ഈ പണ്ഡിതൻ അദ്ദേഹത്തോട് പറയും, നിനക്ക് പാപമോചനം ഉണ്ട്, പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീ ഇപ്പം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്നും, നിന്റെ ഈ തെറ്റുകൾ ചെയ്യുന്ന ഇവിടെ നിന്ന് നീ ഒന്ന് മാറണം. അപ്പൊ ഈ തെറ്റുകൾ ഇനി ചെയ്യില്ല എന്നൊരു ബോധത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ, നല്ല ആളുകൾ താമസിക്കുന്ന ഒരു ഇടത്തേക്ക് അദ്ദേഹത്തോട് യാത്ര ചെയ്യാൻ പറയാം. അങ്ങനെ ഈ യാത്ര തുടങ്ങി. യാത്രാ മധ്യേ ഇയാള് മരണപ്പെടുന്നുണ്ട്. അവിടെ റഹ്മത്തിന്റെ മലക്കുകളും നരകത്തിന്റെ മലക്കുകളും കൂടെ വരുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ. അവിടെ വെച്ച് മലക്കുകൾ തമ്മിൽ തർക്കാവും. ഇയാൾ ഇത്രയേറെ പാപം ചെയ്ത ആളാണ്, അതുകൊണ്ട് ഇയാള് നരകാവകാശിയാണെന്ന് അവർ പറയുമ്പം റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നുണ്ട്, അദ്ദേഹം പാപമോചനം തേടിയ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ ഈ തർക്കത്തിൽ അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കുന്നുണ്ട്, ഭൂമിയുടെ ദൂരം അയാള് താമസിച്ച അവിടെ ഒരു ഉടമ്പടിയിൽ അവരെത്തുന്നത് അയാള് വരുന്ന സ്ഥലത്തും പിന്നെ അയാൾ പ്രവേശിക്കാനിരിക്കുന്ന ഒരു സ്ഥലത്തിന്റെയും ദൂരം അളക്കാനാണ്. അപ്പൊ ഏത് ഭാഗത്തേക്കാണോ കൂടുതൽ അതായിരിക്കും ഉണ്ടാവുക. അവിടെ അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കാണ്, നിങ്ങള് ഭൂമിയോട് അദ്ദേഹം പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള ദൂരം കുറയ്ക്കാന്. അങ്ങനെ ആ ഭാഗത്തേക്ക് വളരെ കുറഞ്ഞൊരു ദൂരത്തിന്റെ വ്യത്യാസം വരികയും അദ്ദേഹത്തെ
റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രയേറെ പാപമോചനത്തിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ ഈ ഒരു സംഭവത്തിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരൊട്ടകവുമായിട്ട് ഒരാള് മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണവും വെള്ളവും എല്ലാം ഒട്ടകത്തിന്റെ മേലാണുള്ളത്. അപ്പം ഈ ഒരു യാത്രാമധ്യേ ക്ഷീണം കാരണം അയാൾ കുറച്ച് സമയം വിശ്രമിക്കുകയാണ്. ആ വിശ്രമാവസ്ഥയിൽ അദ്ദേഹം കുറച്ച് മയങ്ങിപ്പോയി. കണ്ണു തുറന്നു നോക്കുന്ന സമയത്ത് ഈ ഒട്ടകത്തിനെ എവിടെയും കാണാനില്ല. അദ്ദേഹം കരഞ്ഞ് ഏറെ പ്രയാസത്തോടെ ദുആ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദുആ ചെയ്ത് സങ്കടത്തോടെ ഇരുന്ന് അദ്ദേഹം വീണ്ടും മയങ്ങിപ്പോയി. മയക്കം ഉണർന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒട്ടകം മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു സന്തോഷത്തില് അയാള് സന്തോഷത്തിൽ എന്ത് പറയണം അറിയാത്ത എന്നൊരു അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു പോയി, അല്ലാഹുവേ, നീ എന്റെ ദാസനും ഞാൻ നിന്റെ റബ്ബുമാണെന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മാറിപ്പോയതാണ്. ഈ ഒരു അവസ്ഥയിലുള്ള അദ്ദേഹത്തിന്റെ പാപമോചനത്തെക്കാളും ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം അത്രയേറെ സന്തോഷത്തില് ഈ പാപമോചനം തേടുന്നത് അള്ളാഹുവിന് അത്രയേറെ ഇഷ്ടമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തൗബ എത്ര ഉണ്ടാവും, അതിന്റെ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് അള്ളാഹു അത്രയേറെ ഇഷ്ടപ്പെടുന്നതാണെന്ന്. അപ്പൊ നമ്മളിങ്ങനെ തൗബയുടെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് കേട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ആ ഈ റമദാന്റെ 10 ദിനങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണല്ലേ. ഈ സമയത്ത് റമദാനിലെ രാത്രിയുടെ അവസാന സമയമൊക്കെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയമാണ്. നമ്മൾ അത്താഴത്തിന് വേണ്ടി ഉണരുന്ന സമയമാണ്. അതിന് കുറച്ച് മുന്നായിട്ട് കുറഞ്ഞ സമയം മുമ്പേ അത്താഴത്തിന് നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്ന സമയത്തിനേക്കാളും ഒരു 10-15 അല്ലെങ്കിൽ അരമണിക്കൂറോ മുമ്പ് നമ്മൾക്ക് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുന്നേറ്റിട്ട് അവിടെ ആരും ഇല്ലാത്തൊരു സമയത്ത് 2 റക്അത്ത് തൗബക്ക് വേണ്ടി നിസ്കരിച്ച് സുന്നത്തൊക്കെ നിസ്കരിച്ച് അവിടെ ഇരുന്നിട്ട് റബ്ബിനോട് നമ്മൾ ചെയ്തു പോയ ഓരോ പാപങ്ങളും, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഓരോ പാപങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം, ഇസ്തിഗ്ഫാർ ചോദിക്കാം. പഠിച്ചോനെ, ഞാൻ ഇങ്ങനൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നീ പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ പരാജിതനാണ് റബ്ബേ എന്നൊരു തേട്ടത്തോട് നമ്മൾ ദുആ ചെയ്യാം. ഈ ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് എണ്ണിയാൽ തീരൂല. ഉറപ്പല്ലേ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും എന്റെ റബ്ബ് ഒരു കാരുണ്യം എനിക്ക് നിഷേധിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് തവണ തെറ്റുകൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, എന്നാലും എനിക്ക് തൗബ ഉണ്ട് എന്ന് പറയുന്ന റബ്ബിന്റെ കാരുണ്യം അവിടെ നിഷേധിച്ചിട്ടില്ല. ഈ തൗബ സ്വീകരിക്കുക എന്ന് പറയുന്ന കാരുണ്യം ഇപ്പോഴും ഇങ്ങനെ എനിക്ക് ചെരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാല് നമ്മള് മറ്റൊരു മനുഷ്യന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഉപകാരങ്ങൾ അല്ലെ റഹ്മത്തുകൾ നമ്മുടെ കൈ വിരലുകളിൽ എണ്ണാവുന്നതൊക്കെ ഉണ്ടാവും. ഇനി അല്ലെങ്കിലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തു കൊടുത്ത ഒരാൾക്ക് നമ്മള് ഒരു തെറ്റുകൾ അവരുടെ അടുത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് റബ്ബിന്റെ മഗ്ഫിറത്തിനെ തടയുന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കാണുന്ന ഒരു കോണ്ടസ്റ്റിലായിരിക്കില്ല റബ്ബിന്റെ ഓരോ കാര്യങ്ങളും. നമ്മളിലേക്ക് ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനോ നമ്മുടെ മക്കൾ കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളായിട്ട് നമ്മളിലേക്ക് ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും മനോഹരമായത് ആ പ്രയാസത്തിന് ശേഷം ഉണ്ടായിരിക്കും. ഉറപ്പ് അറബ് ഖുർആന്റെ കൂടെ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരേ സമയം 2 പ്രാവശ്യം പറയുന്നുണ്ട്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പം ഉണ്ടാവും എന്നുള്ളത്. അത് മനസ്സിലാക്കാതെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടാവുക. ഇതിനൊക്കെ നമ്മൾ മഗ്ഫിറത്തിനെ ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ ഒരു തെറ്റൊരു മനുഷ്യൻ നമ്മളോട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം പുറത്തു കൊടുക്കുക. കാരണം ഞാൻ എൻ്റെ റബ്ബിനോട് ചെയ്ത തെറ്റിന്റെ അത്രയൊന്നും അത്രയും ആഴമുള്ളതല്ല ഒരിക്കലും അവരെന്നോട് ചെയ്തുള്ളത്. ഇത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ പുറത്തു കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കാനുണ്ടെങ്കിൽ അത് പുറത്തു കൊടുത്ത ശേഷം അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കാം.
ഒരു ക്ലീനിങ് പ്രോസസ്സാണ് അല്ലേ ഇത്. നമ്മുടെ ഒരു റൂമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ മുക്കും മൂലയും നമ്മൾ ക്ലീൻ ചെയ്യും. പൊടിപടലങ്ങൾ പിടിച്ചിട്ടുള്ള എല്ലാ ഏരിയകളും നമ്മൾ തുടച്ച് നന്നാക്കും. അതുപോലെ തന്നെ പിന്നെ മാറാലകൾ, റൂം നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളതിനെപ്പോൾ ഒന്ന് നിങ്ങൾ ഓർത്ത് നോക്കുകയാണെങ്കിൽ ആ റൂമിന്റെ മുകൾ ഭാഗവും അടിഭാഗവും കോണുകളും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യും. അതുപോലെ നമ്മളിലും ഒരു ക്ലീനിങ് പ്രോസസ്സ് നടക്കണം. അതിനാണ് ആദ്യം നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള എന്തെങ്കിലും ദേഷ്യമോ വെറുപ്പോ സങ്കടമോ എന്ത് ഇമോഷൻസ് ആണെങ്കിലും അതിനെ നമ്മൾ ഒഴിവാക്കിയെടുക്കുക. വളരെ പ്രയാസമുള്ളതായിരിക്കും. എന്നാൽ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരിക്കലും പ്രയാസമാവില്ല. അപ്പൊ ആ ഒരു ക്ലീനിങ് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ നടന്നതിന് ശേഷമാണ് നമ്മൾ ഇസ്തിഗ്ഫാറിലേക്ക് പ്രവേശിക്കേണ്ടത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ ചെല്ലുക. ഒരു തെറ്റും ചെയ്യാത്ത അള്ളാഹുവിന്റെ റസൂല് ദിവസവും 100-ലേറെ തവണ ഇസ്തിഗ്ഫാർ ചെല്ലാറുണ്ടായിരുന്നു. അപ്പം പാപങ്ങൾ ചെയ്യുന്ന നമ്മുടെയൊക്കെ അവസ്ഥയോ? ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ലിക വഅലൈക മസ്തതഅതു. ഈ ഒരു പ്രാർത്ഥന രാവിലെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയ ആൾക്ക് വൈകുന്നേരം വരെയും, വൈകുന്നേരം ഈ ഒരു പ്രാർത്ഥന ചെല്ലുന്ന ആൾക്ക് രാത്രി വരെയും ഇതിന്റെ അവർക്ക് രാത്രി വരെയും സംരക്ഷണം ഉണ്ട്. അതിന്റെ ഇടയിൽ മരണപ്പെട്ടാല് സ്വർഗ്ഗമാണെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇസ്തിഗ്ഫാർ പതിവാക്കുക. ഈ ദുആ നമ്മൾ ഒരുപാട് തവണ ചെല്ലുക. പിന്നെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന നമ്മളിലെ ഒരുപാട് നമ്മുടെ നിസ്കാരത്തില്, സക്കാത്തില്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. കണ്ണുനീര് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിലും കണ്ണുനീര് വരുന്നത് പോലെയുള്ള ആ ഒരു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ അഭിനയിച്ചെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാം. അതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം. നമ്മുടെ പാപങ്ങൾ നമുക്ക് ഒരിക്കലും അള്ളാഹു പുറത്ത് നിന്ന് ഉറപ്പിക്കാനൊന്നും പറ്റൂല അല്ലെ. ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, പാപമോചനം തേടുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു തേട്ടം എത്രമാത്രം ഉണ്ടാവോ അതുപോലെ ആയിരിക്കും ആ ഒരു പാപത്തിന്റെ അള്ളാഹുവിന്റെ ആ ഒരു ഇസ്തിഗ്ഫാറിന്റെ ഇത് വരെ അല്ലെ. എന്നാലും ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല, എന്നാലും അള്ളാഹിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കണം. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കണം എന്നാ പറഞ്ഞത്. കാരണം എത്ര തെറ്റ് ചെയ്തു പോയ ആളുകളാണെങ്കിൽ പോലും അള്ളാഹു അവരോട് പാപമോചനം തേടാനും പാപമോചനം തേടുന്നത് അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മള് ഈ പാപങ്ങളൊക്കെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലാൻ ഉറപ്പിക്കാനും പറ്റൂലെങ്കിൽ റബ്ബിന്റെ കാരുണ്യത്തിൽ വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാപക്കറകൾ കാരണമായിരിക്കാം. അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള എന്തെങ്കിലും വികാരങ്ങള്, അതായത് ദേഷ്യമാണോ, വെറുപ്പാണോ, സങ്കടമാണോ, അസൂയാണോ, ഇതൊക്കെ ആയിരിക്കാം ചിലപ്പം കാരണം. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് സമൃദ്ധമായ മഴ പെയ്ച്ചു തരും. സ്വത്ത് കൊണ്ടും സന്താനം കൊണ്ടും അവൻ നിങ്ങളെ സഹായിക്കും. സൂറത്തു നൂഹില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അപ്പം നമ്മുടെ സമ്പത്തിലും കുടുംബത്തിലൊക്കെ ബർക്കത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പാപമോചനം തേടൽ നിർബന്ധമാണ്. ഈ മഗ്ഫിറത്തിന്റെ 10 അവസാനിക്കുന്നതിന് ശേഷം വരാനുള്ള 10 വളരെയേറെ പ്രധാനപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ അവസാന 10 ഈ ഒരു റഹ്മത്തും കാരുണ്യവും റബ്ബിന്റെ കാരുണ്യ മഗ്ഫിറത്തും കിട്ടിയ ആൾക്ക് മാത്രമേ ലൈലത്തുൽ ഖദറിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. അങ്ങനെ ഈ 10 അവസാനിക്കുമ്പോഴേക്കും വളരെ ക്ലീനായി നമ്മളെ ഉമ്മ പ്രസവിച്ച പോലെ പാപമോചനങ്ങളൊക്കെ നേടിയിട്ട് ഉള്ളിലൊന്നുമില്ലാതെ പ്യുവർ ആയിട്ടുള്ള ഒരു ഹേർട്ടായിട്ട് റബ്ബിന്റെ സന്നിധിയിൽ നിന്നും വന്നിട്ടുള്ള അതേ ഒരു ആത്മാവിന്റെ രീതിയിൽ ആലമുൽ അർവാഹിൽ നിന്നും നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് നമ്മളെ അള്ളാഹു നമ്മുടെ റൂഹിനെ നിക്ഷേപിക്കുന്ന സമയത്ത് ഫിത്രയായിരുന്നു. അവിടെ ഒരു കളങ്കവും ഇല്ലായിരുന്നു, അവിടെ ഒരു തെറ്റും ഇല്ലായിരുന്നു. ആ ഒരു ഫിത്രയായ ആത്മാവിലേക്ക്,
ആത്മാവ് എങ്ങനെയാണോ ഭൂമിയിലേക്ക് പ്രവേശിച്ചത്, അതുപോലെ ഈ ഒരു മാഫിറത്തിന്റെ 10 അവസാനിക്കുന്ന നിമിഷത്തില് നമുക്ക് ആവാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്തഖും മിനന്നാർ. അങ്ങനെ നമ്മള് ഇപ്പൊ നരകത്തിൽ നിന്നും പാപമോചനമൊക്കെ ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് ലൈലത്തുൽ ഖദറിന്റെ അവസാന 10ലേക്ക് പ്രവേശിക്കാനായിട്ട്. ഈ പാപമോചനത്തിന്റെ ആ 10 ഏറെ ഉപയോഗപ്പെടുത്തുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു 10ല് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. നമ്മുടെ മാതാപിതാക്കളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവര്, എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവർ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട്, കാണാൻ പറ്റുന്നവര് കണ്ടിട്ട്, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നവർ സംസാരിച്ചിട്ട് അവരുമായിട്ടുള്ള അവരുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും കറകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം തുടച്ചു നീക്കേണ്ടതുണ്ട്. കാരണം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹിന്റെ പൊരുത്തം. പിന്നെ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരാളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മൾ കഴുകിക്കളയണം. ഇങ്ങനെയൊക്കെ ഈ മഹഫറത്തിന്റെ 10നെ നമുക്ക് സ്വീകരിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നീട് ഒരു ചെറിയൊരു പ്രോസസ്സ് പറയാം. ഒരു 5 മിനിറ്റ് സമയം നമ്മള് രാത്രിയിൽ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ്. നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുന്ന സമയം കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം. ഒന്ന് ഈ പ്രോസസ്സ് ചെയ്ത് നോക്കി. വളരെ ശാന്തമായ ഒരു ഏറ്റവും കംഫോർട്ടായ, ഏറ്റവും നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുക. കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഓരോ നിമിഷത്തിലും ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ശ്വാസം എടുക്കുക. ഈ നിമിഷത്തില് എൻ്റെ ഉള്ളിലേക്ക് കണ്ണടച്ച് ആ പാതിരാത്രി സമയം ഇസ്തിഗ്ഫാർ ചൊല്ലാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നടുക്കടലിൽ അകപ്പെട്ട കപ്പലിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം വർഷിച്ചതുപോലെ നമ്മളിലേക്ക് അള്ളാഹുവിന്റെ ആ ഒരു നൂറ് ഇങ്ങനെ വരുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യാം. ഒരു ഗോൾഡൻ കളറിലുള്ള, ഒരു സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം നമ്മളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആകാശത്ത് നിന്നും ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കാം. ഈ ഒരു റഹ്മത്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ ചെയ്തു പോയ അള്ളാഹ് നിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കുക. റബ്ബിന്റെ ഓരോ കാരുണ്യത്തെയും മനസ്സറിഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ആ ഒരു കാരുണ്യത്തിന്റെ അവസ്ഥയിൽ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കി എൻ്റെ കണ്ണിൽ നിന്നും ധാരയായി ഒഴുകുന്നുണ്ട്. റബ്ബേ, നീ ഒരുപാട് അനുഗ്രഹം എനിക്കും ചെയ്തതാണ് റബ്ബേ. എന്നിട്ടും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത റബ്ബേ. ഞാൻ നിന്നെ ധിക്കരിച്ചതല്ല റബ്ബേ. എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട്, എൻ്റെ അവസ്ഥ കൊണ്ട്, ഇബ്ലീസിന്റെ പ്രലോഭനം കൊണ്ട് എന്നിൽ സംഭവിച്ചു പോയതാണ് റബ്ബേ. ഞാൻ ആരും കാണാതെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. നീ നിമിഷത്തിൽ അതെല്ലാം മറച്ചു വെച്ച് നിന്റെ കാരുണ്യം എന്നിലേക്ക് ഇങ്ങനെ വർഷിക്കുന്നുണ്ടാവുക. നിന്റെ കാരുണ്യം ഇപ്പോഴും പാപിയായ എന്നിൽ ഈ നിമിഷത്തിലും നിന്റെ കാരുണ്യം വരുന്നുണ്ട് റബ്ബേ. അല്ലാഹ്, നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ. നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പരാജിതരുടെ കൂട്ടത്തിലായി പോകും റബ്ബേ. അല്ലാഹ്, പരാജിതരുടെ കൂട്ടത്തിലായി പോകും റബ്ബേ. നീ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വളരെ ശാന്തമായി നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ എത്ര നേരം ഇരിക്കാൻ കഴിയുന്നുണ്ടോ ആ ഒരു സമയം ഇരുന്നിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വിളിയെ കൊണ്ടുവരിക.
കേവലം വാക്കുകളല്ല, എൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു പശ്ചാത്താപത്തിന്റെ വാക്കുകളാണ് റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫൂർ യാ അല്ലാഹ്. നീ പൊറുക്കുന്നവനാണ് റബ്ബേ. യാ റഹ്മാൻ യാ റഹീം, നീ കാരുണ്യം ചൊരിയുന്നവനാണ് റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് എന്റെ പാപങ്ങളെ നീ പുറത്തു തരണേ അല്ലാഹ്. ഈ ഒരു തേട്ടത്തില് നിങ്ങൾക്ക് എത്ര സമയം ഇരിക്കാൻ കഴിയുന്നുണ്ടോ അത്രയും സമയം ഇരിക്കുക. ഇപ്പോൾ നമുക്ക് വീണ്ടും ഈ നിമിഷത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും. ഇപ്പോഴത്തെ ശ്വാസോച്ഛ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തില് മൂടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതും ആ കാരുണ്യത്തിന്റെ വെളിച്ചാണ്. ആ കാരുണ്യത്തിന്റെ വെളിച്ചത്തില് നിങ്ങളുടെ പാപക്കറകള് കണ്ണുകളിലൂടെയും നിങ്ങളുടെ നിശ്വാസത്തിലൂടെയും എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോ ശ്വാസോച്ഛ്വാസത്തിന് മുഴുവൻ സ്വർണ്ണ നിറമാണ്. അല്ലാഹ്, നിന്റെ കാരുണ്യത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അല്ലാഹ്. സാവധാനം കണ്ണുകൾ തുറക്കുക. ഈ ഒരു പ്രോസസ്സ് നമുക്ക് സമയം ഇപ്പൊ വളരെ കുറവാണ്. ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയം, എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. ആ ഒരു റബ്ബുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, അള്ളാഹുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സംസാരം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുക. അതായത് നമ്മൾ ഒരുപാട് തവണ ഇസ്തിഗ്ഫാർ ചെല്ലുന്നതിനേക്കാളും റബ്ബ് ഈ ഒരു തേട്ടത്തിന്, നമ്മുടെ ഹൃദയം കൊണ്ടുള്ള ആ ഒരു തേട്ടത്തിന് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കുന്നതാണ്. ആ കാരുണ്യത്തെ പ്രതീക്ഷിച്ചിട്ട് ഓരോ രാത്രികളിലും നമ്മൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ശീലിക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക, എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക, എൻ്റെ മാതാപിതാക്കളെയും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ റമദാൻ മാസത്തിന്റെ പരിശുദ്ധി കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് അവരുടെ ഖബറിടം സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റഹ്മത്ത് യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.